മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് ആ സെറ്റപ്പ് ക്യാറ്റ് വാക്ക് പോലെ. ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ എന്നാ കളറും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. 199 രൂപയ്ക്ക് ഇത് ഭയങ്കര വലിയ സംഭവമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത്, നമുക്കൊരു അഭിപ്രായം വേണം എല്ലാ കാര്യത്തിലും. ഹലോ ഗായ്സ്, ഐ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇറ്റ്സ് കിച്ചാമണി വിത്ത് മീ. അപ്പോൾ കിച്ചാമണിയുടെ കുറേ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് പോകുന്നത്. കിച്ചാമണിയുടെ +1 ക്ലാസ് ഒക്കെ തുടങ്ങി കേട്ടോ. കിച്ചാമണി ആകെ മൊത്തം ടയേർഡാണ്. സ്കൂളിൽ പോക്കും സ്കൂളിൽ നിന്ന് വരവും എല്ലാം ആയിട്ട് ഭയങ്കര ടയേർഡാണ് കേട്ടോ. ബസ്സെല്ലാം ഇടിച്ച് കുത്തി. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് സ്കൂളിൽ പോക്ക്? സ്കൂളിൽ പോകണേണോ അതോ ഇവിടെ ഇരിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണോ? അങ്ങനെ പറയരുത്, നമുക്കൊരു അഭിപ്രായം വേണം എല്ലാ കാര്യത്തിലും. പറ. സ്കൂളിൽ പോകുന്ന ഇഷ്ടം. നല്ല കുട്ടിയാണ് കേട്ടോ, നമ്മളെ പോലെ ഒന്നും അല്ല. അപ്പോൾ എന്താണെങ്കിലും സ്കൂളിൽ പോയതിൻ്റെ കുറേ ക്ഷീണം കൊടുക്കണം. കിച്ചാമണി കുറച്ച് മെലിഞ്ഞു പോയി, ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. മെലിയുന്നാണോ ഇഷ്ടം? കുറച്ച് എനിക്ക് കിച്ചാമണി ഗുണ്ടുമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. കിച്ചാമണി എന്താണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കിച്ചാമണിയെല്ലാം അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള കുർത്തീസൊക്കെ ഇട്ടാണ് പോകുന്നത്. യൂണിഫോം ഒന്നും ആയിട്ടില്ല. അപ്പോൾ കിച്ചാമണിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കിച്ചാമണി ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ അല്ല കേട്ടോ. കിച്ചാമണിയുടെ ഡ്രസ് സെൻസ് ഒന്നും വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചുരിദാർ തന്നെയാണെങ്കിലും ഭയങ്കര ബോട്ട് നെക്ക് ടൈപ്പ് അതൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കയറിയിട്ട് ഹൈനെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ കിച്ചാമണി ഇന്ന് ഞാൻ സുതിയോയിൽ കയറി കഴിഞ്ഞപ്പോൾ കിച്ചാമണിക്ക് പറ്റിയ കുറേ ഡ്രസ്സ് കണ്ടു. അപ്പോൾ ഞാനും കിച്ചാമണിയും ട്വിന്നും ചെയ്ത് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കും കിച്ചാമണിക്കും കൂടെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചാമണി അതൊന്ന് ഇട്ടിട്ട് വന്നേ. കിച്ചാമണിയുടെ ഉടുപ്പ് ഇതിന്ന് കിച്ചാമണി ഉടുപ്പ് എടുക്ക്, ബാക്കി എനിക്കിതാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ലുക്ക്. എങ്ങനെയുണ്ട് കിച്ചാമണി? നല്ല ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഒരു അഭിപ്രായം പറഞ്ഞു ഡ്രസ്സിനെ പറ്റി. ഒന്നും പറയാനില്ല കേട്ടോ. കിച്ചാമണി അത്ര ഹാപ്പിയാണേ. ഇഷ്ടമായോ? ഇഷ്ടമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ആ കട്ടിങ്ങും പാറ്റേണും എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പ്രൈസിന്, അതായത് 899 രൂപയ്ക്ക് ഇത് ഭയങ്കര വലിയ സംഭവമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. കിച്ചാമണിക്കോ? അതെ. ഇതിനും പൈസ മുടക്കിയിട്ട് ഈ ഒരു കംഫോർട്ടിൽ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടോ ഡ്രസ്സ്? ഇല്ല. ഈ ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ എന്നാ കളറും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നല്ല കംഫോർട്ടാണ് ഇടാൻ. പിന്നെ ഏത് കാലാവസ്ഥയിലും ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഓക്കെ. ഇതുവരെ ഡ്രസ്സ് വാങ്ങിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തോന്നുന്നത്? ഏറ്റവും നല്ല ഡ്രസ്സായിട്ട് തോന്നിയ ഇതാണ് മേടിച്ചതിൽ. കാരണം വെച്ചാൽ എവിടെയും പോകുമ്പോൾ ഇടാൻ പറ്റിയ രീതിയിൽ നല്ല ഡിസൈനും എല്ലാം നല്ലതാണ്. ഈ പറഞ്ഞാൽ ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് കിച്ചാമണിക്ക് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കിച്ചാമണിക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. കിച്ചാമണിക്ക് ഇങ്ങനത്തെ ഡ്രസ്സേ ഇഷ്ടമുള്ളൂ. കിച്ചാമണി ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടേലും പോകാൻ തോന്നുവാണല്ലോ. ഒന്ന് ടൂറ് പോകാനോ അല്ലെങ്കിൽ കോളേജിൽ പോകാനൊക്കെ തോന്നുവാണി. കോളേജിൽ പഠിച്ച കാലത്ത് ഇത്രയും നല്ല ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു. ഉള്ള ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കോളേജിൽ പോയത്. അന്ന് ബൈക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു. അതുപോലെ ഇത്ര നല്ല ഡ്രസ്സുകളില്ലായിരുന്നു. അന്ന് കോളേജ് ലൈഫിൽ നമ്മൾ പല സാധനങ്ങളും നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പാടുപെട്ട് ആ ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ജീൻസൊക്കെ മേടിക്കണമെന്ന് കുറേ നാൾ വെയിറ്റ് ചെയ്ത് പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് കോളേജിൽ പോകാൻ തോന്നുവാണോ? ഓടി ഞാൻ നിൻ്റെ സ്കൂളിൽ വരട്ടെ? നിനക്ക് നാണക്കേടാണോ ഞാൻ നിൻ്റെ ക്ലാസ്സിൽ പഠിച്ചാ? അയ്യോ, ഇത് ഒരു സിനിമയ്ക്കകത്ത് കണ്ട പോലെ. ഏത് സിനിമയായിരുന്നു മഞ്ജു വാര്യരുടെ മകളുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്? അതുപോലെ ഞാൻ വരട്ടെ നിൻ്റെ ക്ലാസ്സിൽ? വേണ്ട. എൻ്റെ പൊന്നേ മതി. രസമാണ് കേട്ടോ കിച്ചാമണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നിനക്കും എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് എവിടെയാ ട്രിപ്പ് പോകാൻ തോന്നുന്നു കേട്ടോ. ട്രിപ്പ് പോയാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഫോട്ടോസിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ഈ രാത്രി 10:30 നമ്മൾ എവിടെ പോകാനാ? സമയം രാത്രി 10:30 ആയിട്ടാ. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ കിച്ചാമണി ഓക്കെ ആയിട്ട് കുഴപ്പമില്ല. എടി ഈ ഡ്രസ്സ് ഇട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ് അല്ലേ? ചില നേരം എടുത്തിട്ട് ഇടിക്കാൻ തോന്നും കേട്ടോ കിച്ചാമണീനെ. അത് വേറെ കാര്യം. കാണുന്ന പോലെ അത്ര പാവൊന്നുമല്ല കേട്ടോ, ഞാൻ അതിനും പാവും. കിച്ചാമണിയുടെ ഫസ്റ്റ് കോളേജ് ഡേ സ്കൂൾ ഡേ എങ്ങനെയായിരുന്നു? +1 കിച്ചാമണി ക്ലാസ്സിൽ മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറക്കായിരുന്നു ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞത് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഞാൻ കിച്ചാമണി കുറേ കളിയാക്കിട്ടോ. കിച്ചാമണി ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന്
ആ സെറ്റപ്പ് ക്യാറ്റ് ബാഗൊക്കെ പോലെ റാം ബാഗൊക്കെ പോലെ അതായിരുന്നോ? അല്ല അല്ല, ഞാൻ മുടിയൊക്കെ കെട്ടിയായിരുന്നു. അടങ്ങി ഒതുങ്ങിയല്ലേ പോയത്? മേക്കപ്പ് ഒന്നും ചെയ്തില്ല? ഇല്ല. പാവം കൊച്ചേട്ടോ. നമ്മളെ ഫാഷൻ കൂടുതലാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മളൊക്കെ പഠിച്ച സമയത്ത്. കിച്ചാവണി ആയപ്പോൾ അങ്ങനെയൊന്നുമില്ല, പാവം. അതെ. അയ്യ പഞ്ചപാവം. കണ്ടോ ഇതിൻ്റെ പോക്കറ്റ്സ് ഒക്കെ ഉണ്ടോ? എന്നാ സെറ്റപ്പാല്ലേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും. അതുപോലെ തന്നെ ദേ ഇൻവിസിബിൾ സിബാണ് ഇതിന് കൊടുത്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും കാലത്തിനൊത്ത രീതിയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഫാഷനബിൾ ആയിട്ടാണ് കേട്ടോ ശരിക്കും ഈ ഡ്രസ്സ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ട്യൂണിങ് ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.